ഹായ് ഓൾ, വെൽക്കം ടു സെമികോളൻ. LBS-MC എൻട്രൻസ് എക്സാമിനേഷന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടൈമിൽ നമുക്ക് എന്തൊക്കെ എസെൻഷ്യൽ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ഇയർ പ്രോസ്പെക്ടസിൽ നിന്ന് എടുത്ത ആപ്ലിക്കേഷൻ ടൈമിൽ വേണ്ട ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ SLC ബുക്കിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റ്സ്, SLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് ആ ഒരു റെലവെന്റ് ഡോക്യുമെന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്സ്, നോർമലി SLC നേറ്റിവിറ്റിക്ക് വേണ്ടി അക്സെപ്റ്റ് ചെയ്യാറോ അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഈ ഡോക്യുമെന്റ്സ് ടു പ്രൂവ് അക്കാഡമിക് എലിജിബിലിറ്റി, ദാറ്റ് മീൻസ് നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ ഡിഗ്രി പാസ് ഔട്ട് ആയുള്ള ആളാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അല്ല നിങ്ങൾ ഫൈനൽ ഇയർ എക്സാം എഴുതുന്ന ഒരാളാണെങ്കിൽ സെമസ്റ്റർ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ്. നോർമലി ഹോൾ ടിക്കറ്റുകളാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഇനി ഇനി നിങ്ങൾ ഡിഗ്രി ലെവലിൽ മാത്സ് പഠിച്ചതിനുള്ള പ്രൂഫുകൾ വേറെ ഒന്നുമല്ല, എല്ലാ സെമസ്റ്ററിലും അല്ലെങ്കിൽ ഏത് സെമസ്റ്റേഴ്സിൽ മാത്സ് ഉള്ളതായിട്ടുള്ള പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, ഡിഗ്രി കേരളത്തിൽ നിന്ന് പുറത്ത് പഠിച്ചവർക്ക് നോർമലി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്ലോഡ് ചെയ്യേണ്ടി വരും. OBC-കാർക്ക് നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. SC/ST-കാർക്ക് കമ്മ്യൂണിറ്റി, ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ആ ഒരു മെഡിക്കൽ ബോർഡിനുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇൻകം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC/ST-കാർക്ക് ഇൻകം, പിന്നെ എല്ലാ നോർമലി റിസർവേഷൻ ഉള്ള എല്ലാവർക്കും ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യം വരാറുണ്ട്. ഇനി ജനറൽ EWS കാറ്റഗറി ഉള്ളവർക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. ഇത്തരം സർട്ടിഫിക്കറ്റ് ആണ് മെയിൻലി നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ടൈമിൽ റിക്വയർഡ് ആയിട്ട് ആ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എല്ലാ കാൻഡിഡേറ്റ്സും, നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും, നിങ്ങൾ SC/ST, OBC, ജനറൽ ഏത് കാറ്റഗറി ആയാലും നിങ്ങൾക്ക് വേണ്ട മിനിമം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണ്ട ഡോക്യുമെന്റ്സ് ഇതൊക്കെയാണ്. ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾക്ക് വേണം. നെക്സ്റ്റ് നിങ്ങളുടെ സിഗ്നേച്ചർ വേണം. SLC അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ്, അത് അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ബർത്ത് പ്രൂഫിന് വേണ്ടി എന്ത് ചെയ്യണം? അതിന്റെ ആവശ്യം ഉണ്ട്. ഇനി +2ന്റെ മാർക്ക് ഷീറ്റ് വേണം. ഡിഗ്രി മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം, ഫൈനൽ ഇയർ എക്സാമിന്റെ ഹോൾ ടിക്കറ്റ്. ഇനി നേറ്റിവിറ്റിയുടെ പ്രൂഫ്, അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ SLC തന്നെ നേറ്റിവിറ്റിയുടെ പ്രൂഫായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്ന് മേടിക്കും. ഇനി കാറ്റഗറി വൈസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ OBCക്ക് നോർമലി വേണ്ടത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ അതേപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഗ്രാൻസ് പോലത്തുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇനിഷ്യലി എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് SC/ST റിസർവേഷൻ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ എന്ത് വേണം? ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. അടുത്ത നിങ്ങൾ EWS കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ EWS സർട്ടിഫിക്കറ്റും വേണം. അതിന്റെ കൂടെ എന്ത് വേണം? ഇൻകം സർട്ടിഫിക്കറ്റും വേണം. ഇനി എല്ലാ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റ്സിനും ഒരു വാലിഡിറ്റി ഉണ്ട്. അത് നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ റിലീസ് ആകുമ്പോൾ അതിൽ മെൻഷൻഡ് ആയിരിക്കും. നോൺ ക്രിമി ലെയറിന് 1 വർഷത്തെ വാലിഡിറ്റി ആണ്. അപ്പൊ നിങ്ങൾ എൻഷുർ ചെയ്യുക, പഴയ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ അത് റിജക്ട് ആയി പോകും. അത് ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് വെച്ചാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. ഇനി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും മൈനോറിറ്റി സർട്ടിഫിക്കറ്റും ഒക്കെ ആണെങ്കിൽ അതിന് 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഇൻകം സർട്ടിഫിക്കറ്റിന് 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. എപ്പോഴും ആപ്ലിക്കേഷൻ റിജക്ട് ആയി പോകുന്നതിന്റെ ഒരു റീസൺ, നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന റിസർവേഷൻ കിട്ടാൻ പോകുന്ന ഒരു റീസൺ ഇതാണ്: നിങ്ങൾ ഡേറ്റ് ശ്രദ്ധിക്കാതെ പഴയത് അപ്ലോഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ മേടിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എപ്പോഴും സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണം മേടിക്കാൻ. സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ്. വേറെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിൽ വാങ്ങിക്കാം, സെൻട്രൽ എംപ്ലോയ്മെന്റ് പർപ്പസിൽ വാങ്ങിക്കാം, സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസിൽ വാങ്ങിക്കാം. ഈ ഒരു കാറ്റഗറിയിലുള്ള സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. ഏത് കാറ്റഗറിയിലാണ് വേണ്ടത്? സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് പറയാൻ മെൻഷൻ ചെയ്തിരിക്കുന്ന വില്ലേജ് ഓഫീസിൽ നിന്ന് വരുന്ന സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത്. ഇതല്ലാത്ത സർട്ടിഫിക്കറ്റ്, ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് അല്ലാതെ വേറെ ഏതെങ്കിലും പർപ്പസ് മെൻഷൻ ചെയ്തിരിക്കുന്ന, മീൻസ് സെൻട്രൽ എഡ്യൂക്കേഷനോ സെൻട്രൽ എംപ്ലോയ്മെന്റോ സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസോ ഉള്ള സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യില്ല? ആക്സെപ്റ്റ് ചെയ്യില്ല. ഇതും റിജക്ഷന് ഒരു റീസൺ ആയിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ടൈപ്പ് വേണ്ട ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം? വിൽ റിപ്ലൈ